ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ അതീവ സവിശേഷതയുള്ള ഒന്നാണ് അത്തം നക്ഷത്രം. കന്നിരാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രനെ പോലെ തന്നെ ശാന്തവും എന്നാൽ ചഞ്ചലവുമായ ഒരു മനസ്സിനുടമകളാണ് അത്തം നക്ഷത്രക്കാർ. ബുദ്ധിശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് 2026 മാർച്ച് മാസം ഒരു പുതിയ തുടക്കത്തിന്റെയും വലിയ തിരിച്ചറിവുകളുടെയും കാലഘട്ടമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമയം എന്നത് വെറും അക്കങ്ങളല്ല, മറിച്ച് അനുഭവങ്ങളുടെയും അവസരങ്ങളുടെയും ഒരു പ്രവാഹമാണ്. 2026 വസന്തകാലം വരുന്നെത്തുന്ന ഈ മാർച്ച് മാസത്തിൽ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് കേവലം ഒരു മാസഫലമല്ല. അത്തം നക്ഷത്രത്തിന്റെ അടയാളം കൈപ്പത്തിയാണ്. ഇത് പ്രവൃത്തിയുടെയും കാര്യപ്രാപ്തിയുടെയും പ്രതീകമാണ്. സ്വന്തം കൈകൾ കൊണ്ട് ഭാഗ്യം നിർമ്മിച്ചെടുക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ എന്ന് ജ്യോതിഷം പറയുന്നു. എന്നാൽ ചില സമയങ്ങളിൽ എത്രയൊക്കെ അധ്വാനിച്ചാലും ബലം വൈകുന്നത് നമ്മെ നിരാശരാക്കാറുണ്ട്. 2026 മാർച്ചിൽ ഇത്തരം പ്രതിസന്ധികൾക്ക് അറുതി വരുമോ? അതോ പുതിയ വെല്ലുവിളികൾ നിങ്ങളെ കാത്തിരിക്കുകയാണോ? സാമ്പത്തികമായി ഒരു കുതിച്ചുചാട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. തൊഴിൽ മേഖലയിൽ അർഹമായ അംഗീകാരം ലഭിക്കാത്തതിന്റെ വിഷമം ഉള്ളിലുണ്ടാകാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയുണ്ടാകാം. ഈ മാസം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രവൃത്തികൾക്കും പ്രപഞ്ചം നൽകുന്ന മറുപടി എന്താണെന്ന് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചന്ദ്രന്റെ സ്വാധീനം അത്തം നക്ഷത്രക്കാരിൽ വൈകാരികമായ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങൾക്കല്ല വിവേകത്തിനാണ് മുൻഗണന നൽകേണ്ടത്. ചിന്തിച്ചു പ്രവർത്തിച്ചാൽ വിജയം നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണിത്. ആത്മീയമായ ഉണർവ് നിങ്ങളുടെ പ്രതിസന്ധികളെ മറികടക്കാൻ എങ്ങനെ സഹായിക്കുമെന്നും ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ഈ മാസഫലത്തിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അനുയോജ്യമായ സമയമാണോ ഇത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മാർച്ച് മാസം അനുവദിക്കുന്നുണ്ടോ? പ്രണയിക്കുന്നവർക്കും വിവാഹിതർക്കും ഈ മാസം നൽകുന്ന സന്ദേശം എന്താണ്? അത്തം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ കഴിവും മാർച്ച് മാസത്തിലെ ഗ്രഹസ്വാധീനങ്ങളും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ആ സമ്മിശ്ര ഫലത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവിലും നക്ഷത്രങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ തിരിച്ചറിയുന്നത് അനാവശ്യമായ ഭയങ്ങൾ ഒഴിവാക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നേറാനും നമ്മെ സഹായിക്കും. അത്തം നക്ഷത്രക്കാരുടെ 2026 മാർച്ച് മാസത്തെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നിങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള സമഗ്രമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു മാസമായിരിക്കും 2026 മാർച്ച്. തൊഴിലിൽ സ്ഥിരതയും അതോടൊപ്പം ചില വെല്ലുവിളികളും നേരിടേണ്ടി വരും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ ചിലർ നിങ്ങളോട് അസൂയ പുലർത്താൻ സാധ്യതയുണ്ട്. അതിനാൽ ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉചിതമായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. ദീർഘകാലമായി പ്രൊമോഷനോ ശമ്പള വർധനവോ കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഇതിനുള്ള സാധ്യതകൾ തെളിയുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ആവശ്യമായ രേഖകൾ ശരിയാക്കുന്നതിനും വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിനും മാർച്ച് മാസം ഉചിതമാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ലാഭകരമായ മാസമായിരിക്കും ഇത്. എങ്കിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. എഴുത്തുകാർ, കലാകാരന്മാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ഈ മാസം സർഗാത്മകത വർദ്ധിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. പ്രധാന വരുമാന സ്രോതസ്സുകൾക്ക് പുറമെ ഉപവരുമാന മാർഗങ്ങൾ തെളിയും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. പണം കടം കൊടുത്തവർക്ക് അത് തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ആഡംബര വസ്തുക്കൾക്കോ അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവാകാൻ സാധ്യതയുണ്ട്. ആഘോഷങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കുമായി പണം ചെലവഴിക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് മാസം അനുകൂലമാണ്. സ്വർണത്തിലോ ദീർഘകാല നിക്ഷേപങ്ങളിലോ പണം നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. ചിട്ടി, ലോൺ എന്നിവ വഴി പണം സമാഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന മാസമായിരിക്കും ഇത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹമുറപ്പിക്കാൻ ഈ മാസം സാധിച്ചേക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും.
എങ്കിലും കൗമാരക്കാരായ മക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകും. അവരുടെ ആരോഗ്യകാര്യത്തിൽ നേരിയ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. അത്തം നക്ഷത്രക്കാർക്ക് ആത്മീയമായി വളരെയധികം ഔന്നത്യം ലഭിക്കുന്ന മാസമാണ് ഇത്. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറാൻ ആത്മീയ ചിന്തകൾ സഹായിക്കും. ഇഷ്ടദേവതാ ഭജനം, ക്ഷേത്ര ദർശനം എന്നിവയ്ക്കായി സമയം കണ്ടെത്തും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. വീട്ടിൽ വിശേഷാൽ പൂജകളോ പ്രാർത്ഥനകളോ നടക്കാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുന്നത് പുതിയ അറിവുകൾ നേടാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആത്മീയ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദര രോഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണം. അമിതമായ ചൂട് മൂലം ചർമ്മരോഗങ്ങളോ കണ്ണുകൾക്ക് അസ്വസ്ഥതയോ അനുഭവപ്പെട്ടേക്കാം. ധാരാളം വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. അമിതമായ ജോലിഭാരവും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും മൂലം മാനസികമായി തളർച്ച അനുഭവപ്പെടാം. ഉറക്കക്കുറവ് ഒരു പ്രശ്നമായേക്കാം. കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. വിദേശത്തോ അല്ലെങ്കിൽ പ്രശസ്തമായ സ്ഥാപനങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ സമയം പഠനത്തിനായി മാറ്റിവെക്കേണ്ടി വരും. ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിട്ടാൽ വിജയം ഉറപ്പാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ നടത്തേണ്ടി വരും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുന്നത് നല്ലതാണ്. ദീർഘദൂര യാത്രകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കണം. സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. സഹായം തേടി വരുന്നവരെ വെറും കൈയോടെ മടക്കി അയക്കാതിരിക്കാൻ ശ്രമിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് സാധ്യമാകും. വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ള സമയമാണ്. ഇത് ബന്ധങ്ങളെ ബാധിച്ചേക്കാം. അതിനാൽ എപ്പോഴും ശാന്തനായിരിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും കരാറുകളിൽ ഒപ്പിടുമ്പോഴും രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുക. നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. ശത്രുക്കൾ നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചേക്കാം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും പാലഭിഷേകം വഴിപാടായി നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രൻ ആയതുകൊണ്ട് ചന്ദ്രനെ ധ്യാനിക്കുന്നത് മനഃശാന്തി നൽകും. നിത്യവും ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നത് പുണ്യമാണ്. 2026 മാർച്ച് മാസം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും പക്വതയുടെയും മാസമാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ മാസത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി ഭദ്രത കൈവരുമെങ്കിലും ചെലവുകളിൽ നിയന്ത്രണം ആവശ്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കും. മനസ്സിന്റെ ചഞ്ചലത ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ മുന്നേറിയാൽ വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഈ മാസഫലം പൊതുവായ ജ്യോതിഷ ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ശുഭചിന്തയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ടു പോകുന്നത് എന്നും നന്മകൾ വരുത്തും.